ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10-12-2019 നടന്ന 6/9/2019 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ണൂർ. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത്. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആലപ്പുഴ കൂടിയാണ്. അതുകൂടി ഇതിന്റെ കൂടെ ഓർത്തു വെക്കുക. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ജീവകം സി. ജീവകം സി ആണ് ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം, നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഗവർണർ. അഞ്ചാമത്തെ ചോദ്യം, ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മലയാളം. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം. 6. ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി യമുന. യമുന നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി തൃശൂർ. എട്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ശുക്രൻ. ശുക്രനാണ് ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കോങ്കോ. കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്നത്. പത്താമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1983. 11ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ വരുന്ന പ്രിലിംസിന് ചിലപ്പോൾ ചോദിക്കും. ഈ ഒരു മോഡൽ ഇത് തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. 12ാമത്തെ ചോദ്യമാണ്, ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സിക്കിം. 13ാമത്തെ ചോദ്യം, 1ാം കേരള മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി KC ജോർജ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. 15. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ. 16. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചെമ്മീൻ. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏതാണ്? PSC സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണിത്. ആൻസർ ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്. 18ാമത്തെ ചോദ്യം, ദീർഘചതുരാകൃതി അല്ലാത്ത ദേശീയ പതാകയുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നേപ്പാൾ. നമ്മളുടെ ദേശീയ പതാക എന്നുള്ളതിൽ നിന്ന് നമ്മുടെ മാത്രം ചോദിക്കണമെന്നില്ല, ഇതേപോലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അതുകൂടി പഠിച്ചു വെക്കൊണ്ടു. ചിലവർ നമ്മുടെ ദേശീയ പതാക മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അവരോടാണ് ഞാൻ ഈ പറയുന്നത്. 19ാമത്തെ ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബാരോമീറ്റർ. 20ാമത്തെ ചോദ്യം, ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 2. 21. ഇന്ത്യൻ കോഫി ഹൌസിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി AK ഗോപാലൻ. AKG ആണ് ഇന്ത്യൻ കോഫി ഹൌസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. 22. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മൂന്നാർ. PSCയുടെ ഉത്തരമാണ് മൂന്നാർ. ശരിക്ക് താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ ദേവികുളമാണ് വരേണ്ടത്. പക്ഷെ PSC ഇപ്പോഴും കൊടുക്കുന്ന ആൻസർ മൂന്നാറാണ്.
23-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാംസം. മാംസത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത്. 24-ാമത്തെ ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ KM മാണിയാണ്. 25-ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നാസിക്. നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം. 26, തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി എടപ്പാടി K പളനിസ്വാമിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. 27, റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്. 28-ാമത്തെ ചോദ്യം, 2018 വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? 2018 ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി M മുകുന്ദൻ. 29, 2012 ലോകകപ്പ് ഫുട്ബോൾ നടന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഖത്തർ. ഇത് 2012 ആയിരിക്കില്ലേ, 2022 നടക്കാൻ പോകുന്ന ലോകകപ്പിന്റെ ആയിരിക്കും ഖത്തർ കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യത. 30-ാമത്തെ ചോദ്യം, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി മേഴ്സിക്കുട്ടി. 31-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പിനാക്കി ചന്ദ്രഘോഷാണ്. 32-ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി സുനിൽ അറോറ. 33, 2018 മികച്ച സംസ്ഥാന ചലച്ചിത്ര നടി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി നിമിഷ സജയൻ. 34, കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ നിർമ്മല സീതാറാം. 35-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 14-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി YV റെഡ്ഡിയാണ്. 14-ാമതാണ് ചോദിച്ചിട്ടുള്ള. ഈ അക്കത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് നോക്കുക. 14-ാമത്തെയാണ്. 36, സമത്വ സമാജം രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം രൂപീകരിച്ചത്. 37, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത്. 38, കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1911. 1911 കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത്. 39, ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പന്മന. 40-ാമത്തെ ചോദ്യമാണ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ എ 4 വർഷമാണ്. 41, UAE പരമോന്നത ബഹുമതിയായ സായിദ് മെഡലിന് അർഹനാകുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി നരേന്ദ്രമോദി. 42, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് K കേളപ്പൻ. 43, സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമത്തിന് വഴിയൊരുക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ പൽപു. 44-ാമത്തെ ചോദ്യമാണ് അടുത്തത്. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി IC ചാക്കോ. 45, പ്രത്യക്ഷരക്ഷാ സഭയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇരവിപേരൂർ. 46-ാമത്തെ ചോദ്യം, 1888 നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അരുവിപ്പുറം പ്രതിഷ്ഠയാണ്.
47. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്. 48ാമത്തെ ചോദ്യം, സെന്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെന്റ് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ഹൃദയം. സ്റ്റെന്റ് ആണ്, സെന്റ് അല്ല, സ്റ്റെന്റ് ആണ്. 49ാമത്തെ ചോദ്യം, GPS വികസിപ്പിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അമേരിക്ക. 50ാമത്തെ ചോദ്യം, അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സത്യാഗ്രഹം? ആൻസർ ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹമായിരുന്നു. വൈക്കം സത്യാഗ്രഹമാണ് അയിത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത്. 51ാമത്തെ ചോദ്യമാണ്, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇനിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് 52 മുതലുള്ള കാര്യങ്ങളെല്ലാം ഡ്രൈവർ കം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് വരുന്ന പ്രിലിംസുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല ഇനിയുള്ള ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതിലെ 51 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ചെറിയ ശബ്ദത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണ് ചിലയിടത്ത് വിക്കലൊക്കെ വന്നത്. ദയവായി ക്ഷമിക്കുക. നിങ്ങൾ ഇതിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതോ അറിയാത്തതോ ഏതോ ആയിക്കോട്ടെ, അറിയാത്തത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക, അറിയുന്നത് അതുപോലെ തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.